അവർക്കടുത്തേക്ക് നടന്നു വരികയാണ് ദേവനാരായണൻ. ബന്ദുരയുടെ കണ്ണുകളിൽ അന്ധകാരം പടരുന്നത് പോലെ തോന്നി. ദേവനാരായണൻ കത്തുന്ന കണ്ണുകളോടെ ബന്ദുരയെ തുറച്ചു നോക്കി. എന്തോ നാടി? ട്യൂട്ടോറിയലിലെ ശൃംഗാരം പോരാഞ്ഞിട്ടോ നാടി? നടു റോട്ടില്! ദേവനാരായണൻ ആക്രോശിച്ചുകൊണ്ട് ബാലചന്ദ്രൻ നേരെ തിരിഞ്ഞു. എടോ വാദ്യാരെ, തന്റെ പഠിപ്പീരൊക്കെ കുട്ടികളുടെ അടുത്ത് മതി. ഇവള് എന്റെ പെണ്ണ. ഇവളുടെ അടുത്ത് കൊഞ്ചി കൊഴഞ്ഞാലുണ്ടല്ലോ ഒന്ന് കൊല വിളിക്കും ഞാൻ. മദ്യത്തിന്റെ ലഹരിയിൽ അവൻ ഗർജിച്ചു. ബന്ധുര ദഹിച്ചുപോയി. ആളുകൾ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ ബാലചന്ദ്രൻ സർ വല്ലാതെയായി. മിസ്റ്റർ, അല്പം കൂടി മര്യാദയ്ക്ക് സംസാരിക്കണം. ബാലചന്ദ്രൻ സർ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. ഇയാളാണ് ഋഷിയുമായുള്ള ബന്ധുരയുടെ വിവാഹം മുടക്കിയതെന്ന് മനസ്സിലായി. നോക്ക്, എനിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച പെണ്ണ ഇവള്. ഇവളെ വേറൊരുത്തൻ നോക്കുന്നത് പോലും ഈ ദേവനാരായണൻ സഹിക്കില്ല. ഇനി ഇതുപോലെ വല്ലത് സംഭവിച്ചാലുണ്ടല്ലോ ദേവനാരായണന് ഭ്രാന്തിളകും. ഒരിക്കൽ എനിക്ക് ഭ്രാന്തിളകിയതാ. അന്ന് എന്റെ പിച്ചാത്തി പിടിയിൽ ഒരുത്തൻ പിടഞ്ഞു വീണ് മരിച്ചു. ഇവളെ സ്വന്തമാക്കുന്നത് വരെ ആ പിച്ചാത്തി രാഗി രാഗി മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. ഇനി ആ പിച്ചാത്തി മുന്നിൽ വീണു മരിക്കാൻ കൊതിയില്ലെങ്കിൽ പൊയ്ക്കോ പൊയ്ക്കോ, പട്ടിക്കഴുവരുടെ മോനെ. അവൻ ബാലചന്ദ്രനെ ശക്തിയിൽ പിടിച്ചു തള്ളി. ബന്ധുര നിറകണ്ണുകളോടെ ബാലചന്ദ്രൻ സാറിന്റെ നേരെ ദയനീയമായി നോക്കി. അവളുടെ നിസ്സഹായാവസ്ഥ അയാൾക്ക് മനസ്സിലാകുമായിരുന്നു. ബാലചന്ദ്രൻ അവളെ സങ്കടത്തോടൊന്ന് നോക്കിയിട്ട് സ്കൂട്ടറിൽ കയറി. വല്ലാത്തൊരു തളർച്ചയോടെ ഒന്ന് ചലിക്കുവാൻ പോലും ആകാതെ നിൽക്കുവാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. എന്തോ നാടി വീഴ്ച നിൽക്കണത്? പൊക്കി എന്റെ കണ്ണിന്റെ മുന്നിന്ന്! അവൻ അവൾക്ക് നേരെ മുരണ്ടു. വഴിയോരത്ത് കൂട്ടം കൂടി നിൽക്കുന്നവരിൽ പരിചയമുള്ള മുഖങ്ങൾ കണ്ടപ്പോൾ ഭൂമി പിളർന്ന് അഗാധ ഗർത്തത്തിൽ പതിച്ചിരുന്നെങ്കിൽ എന്ന് പോലും ബന്ധുര ആശിച്ചുപോയി. ബന്ധുര ആളുകൾക്കിടയിലൂടെ വേഗം വേഗം നടന്നു. വീട്ടിലെത്തിയതും അവൾ സർവം മറന്ന് പൊട്ടിക്കരഞ്ഞുപോയി. എന്തു പറ്റി കുട്ടി, എന്തു പറ്റി? ഒന്നും മനസ്സിലാവാതെ കേശവൻ നായർ ബന്ധുരയുടെ ഇരു തോളിലും അമർത്തിപ്പിടിച്ചു. അതിന് മറുപടി പറഞ്ഞത് മുറ്റത്ത് നിന്ന ദേവനാരായണൻ. ഇപ്പൊ മോക്കൊന്നും പറ്റിയില്ല. ഇങ്ങനെ കയറൂരി വിട്ടാ വല്ലതും പറ്റിയെന്നിരിക്കും. അത് പറഞ്ഞ് ദേവനാരായണൻ പടിക്കെട്ട് ചവിട്ടി വരാന്തയിലേക്ക് കയറി. പൂമംഗലം തറവാട് ഒരു നടുക്കത്തിലാണ്ടു. ബന്ധുരയുടെ കരച്ചിലിന്റെ അർത്ഥതലം മനസ്സിലാക്കിയിട്ടെന്നോണം കേശവൻ നായർ അവരെ നേരെ വിരൽ ചൂണ്ടി. നീ നീ എന്തിനവിടെ വന്നു? പോ പോ പൊയ്ക്കോ. അതിന് മറുപടി എന്നോണം അവൻ ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു. നോക്ക് നോക്ക് കേശവമാമേ, ഈ ദേവനാരായണന്റെ മുഖത്തേക്ക് നോക്ക്. അവൻ കേശവൻ നായരുടെ മുന്നിൽ ഒരു മഹാപർവ്വതം കണക്ക് നിന്നു. പിന്നെ ഇരു തലങ്ങളാലും മുഖം പൊത്തിക്കരയുന്ന ബന്ധുരയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. ഇവൾ ഇവൾ എന്റെ മുറപ്പെണ്ണ. മറ്റു പുരുഷന്മാർക്ക് മുന്നിൽ അണിയിച്ചൊരുക്കി നിർത്താനും കണ്ടവന്മാരോടൊപ്പം കൊഞ്ചിക്കൊഴയാനും ഭാമിനിയുടെ മുഖം സമ്മതിക്കില്ല. എന്റെ അച്ഛന്റെ കുഴിമാടത്തിൽ അടുത്ത ആണ്ടുപുലിക്ക് തർപ്പണം നടത്തുമ്പോ ഞാൻ അണിയേണ്ട ദർഭപ്പുല്ലുകൊണ്ടുള്ള മോതിരമാണ് ഇവൾ. ഇവളെ എനിക്ക് വേണം. അവൻ ഒന്ന് നിർത്തിയിട്ട് കേശവൻ നായരുടെ കരവലയത്തിനുള്ളിൽ നിന്നും ബന്ധുരയെ പിടിച്ചു വലിച്ചു മാറ്റി നിർത്തി. ഇനി വൈകിക്കണില്ല. നാളെ രാവിലെ പുടവ ചെയ്യുന്ന താലിമാലയുമായി ഞാൻ വരും. ഇവക്ക് പുടവ കൊടുക്കാൻ, ഇവളുടെ കഴുത്തിൽ താലി ചാർത്താൻ. പറയണത് ചെത്തുകാരൻ നാരായണന്റെയും പൂമംഗലത്തെ ഭാമിനിയുടെയും മകനാണ്. നാളെ ഞാൻ വരുമ്പോ ഇവളെ ഒരുക്കി നിർത്തിയേക്കണം. മറിച്ച് വല്ലതും സംഭവിച്ചാൽ ഈ ദേവനാരായണന്റെ പിച്ചാത്തി ഒരു ജീവൻ കൊണ്ട് തൃപ്തിപ്പെടില്ല. ഈ തറവാട്ടിൽ ഒരു മനുഷ്യജീവൻ പോലും ശേഷിക്കില്ല. പറഞ്ഞതും ദേവനാരായണൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഇല്ലടാ, ഇല്ല. നിന്നെ പോലെ ഒരു ആഭാസന് എന്റെ മോളെ ഞാൻ തരില്ല. അവൻ കേശവൻ നായർക്ക് അടുത്തേക്ക് വന്നു. ഈ ദേവനാരായണനെ ഒരു വാക്കേ ഉള്ളൂ. നാളെ രാവിലെ ഞാൻ വരും ബന്ധുരയെ കൊണ്ടുപോകാൻ. മറക്കണ്ട, ഉറങ്ങാതെ കാത്തിരുന്നോളൂ. ദേവനാരായണൻ തല വെട്ടിത്തിരിച്ച് ഒരു യോദ്ധാവിനെ പോലെ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. ദേവകിയമ്മയും 3 പെൺമക്കളും മാറത്തലച്ച് കരഞ്ഞു. ആലംബമില്ലാതെ ആ കൊച്ചു കുടുംബം ഒരു അത്താണിക്കായി കീണു. കേശവൻ നായർ ഭാര്യയെയും മക്കളെയും നിറകണ്ണുകളായി നോക്കി. വിധി, എല്ലാം വിധിയാണെന്നോർത്ത് സമാധാനിക്കാം. ദുഃഖത്തിന്റെ മഹാസാഗരം വിരമ്പുന്ന മനസ്സുമായി ഒരു കൊച്ചു കുടുംബം ഉറങ്ങാതെ കിടന്നു. നേരം പുലർന്നു. ഒരു നടുക്കത്തോടെയാണ് ആ കൊച്ചു വീട് ഉണർന്നത്. രാവിലെ പുടവയും താലിച്ചെയിനുമായി ദേവനാരായണൻ വരും. അയാളുടെ ഭാര്യയാകുന്നതിലും ഭേദം
മരിക്കുന്നതാണെന്ന് ബന്ധുരയ്ക്ക് തോന്നി. ബന്ധുര കിടക്കയിൽ നിന്നും എണീറ്റതേയില്ല. കേശവൻ നായർ അവൾക്കടുത്തേക്ക് ചെന്നു. മോളെ, അവൻ വരണതിന് മുമ്പ് നീ രക്ഷപ്പെട്. നീ കോളേജിലേക്ക് പോയിക്കോളൂ. അതാണ് നല്ലതെന്ന് ബന്ധുരയ്ക്കും തോന്നി. അന്ന് രാവിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാതെ ബന്ധുര വേഗം കുളിച്ച് വേഷം മാറി. പിന്നെ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി നടന്നു. അല്ല, ഓടുകയായിരുന്നു. മുറ്റത്തു നിന്നും വഴിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ചെളിയിൽ പാദങ്ങൾ പോണ്ടതുപോലെ അവൾ നിശ്ചലം നിന്നു. ബന്ധുരയ്ക്ക് മുന്നിലേക്ക് നേർത്തൊരു ചിരിയോടെ കയറി വരുന്നു ദേവനാരായണൻ. ബന്ധുര ശ്വാസം നിലച്ചതുപോലെ നിന്നുപോയി. ദേവനാരായണൻ അവളെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു. പിന്നെ മെല്ലെ, വളരെ മെല്ലെ ആ പുഞ്ചിരി മാഞ്ഞുപോയി. ആ കണ്ണുകൾ വന്യമായി തിളങ്ങി. മുഖത്ത് പകയുടെ മിന്നലാട്ടം. എനിക്ക് അറിയാമായിരുന്നടി ഈ ഒളിച്ചോട്ടം. പക്ഷേ ഇത് ചീറോത്ത ദേവനാരായണനാണ്. ഒരിക്കൽ ഈ പൂമംഗലം തറവാട്ടിലെ നിഴലുകൾക്ക് പോലും പിടുത്തം കൊടുക്കാതെ സ്നേഹിച്ച പെണ്ണിന്റെ കൈ പിടിച്ച് കടന്നു കളഞ്ഞ ചെത്തുകാരൻ നാരായണന്റെ മകന് തെറ്റുപറ്റില്ലടി. ദേവനാരായണൻ കയ്യിലിരുന്ന പ്ലാസ്റ്റിക് ബാഗ് തുറന്ന് പുടവയെടുത്ത് നിവർത്തി. പിന്നെ ചെറിയ ഡപ്പിയിൽ നിന്നും താലിച്ചൈൻ എടുത്ത് ചൂണ്ടുവിരലിൽ കൊരുത്ത് കറക്കി. മുക്കുപണ്ടമല്ല പെണ്ണെ, തനി 22 ക്യാരറ്റ് സ്വർണ്ണ തന്നെയാ. ദേവനാരായണൻ തെമ്മാടിയാണെങ്കിലും അവന്റെ പെണ്ണിന്റെ കഴുത്തിൽ മുക്കുപണ്ടം അണിയിക്കില്ല. ഒരു സാലപഞ്ചികയായി നിൽക്കാനേ ബന്ധുരയ്ക്ക് കഴിഞ്ഞുള്ളൂ. തന്റെ ജീവിതം തകർന്നുടയുകയാണെന്ന് അവൾക്ക് തോന്നി. ദേവേട്ടനിൽ നിന്നും ഇനി രക്ഷപ്പെടാനാവില്ല. ഹൃദയം നുറുങ്ങുകയാണ്, ഉള്ളം പിടയുകയാണ്. ഒന്ന് കരയുവാൻ പോലും ആകാതെ വർദ്ധിച്ച നെഞ്ചിരിപ്പോടെ അവൾ നിശ്ചലം നിന്നു. വരാന്തയിലേക്ക് ഇറങ്ങി വന്ന കേശവൻ നായർ സ്തബ്ധനായി. ദേവകി അമ്മയും ഇന്ദുലേഖയും കൃഷ്ണപ്രിയയും 2-3 നിമിഷത്തേക്ക് ശ്വാസം കഴിക്കുവാൻ പോലും മറന്നു. ദേവനാരായണൻ ബന്ധുരയിൽ നിന്നും കണ്ണുകൾ പറിച്ചെടുത്ത് വരാന്തയിലേക്ക് ദൃഷ്ടി മാറ്റി. കൊള്ളാം, എല്ലാവരെയും സാക്ഷി നിർത്തി വേണം എനിക്ക് ഇവൾക്ക് പുടവ കൊടുക്കാൻ. എന്റെ അച്ഛന് അതിന് കഴിഞ്ഞില്ല. ഈ മകനെങ്കിലും അത് സാധിച്ചല്ലോ. സന്തോഷമായി. ദേവനാരായണൻ പിന്നെ പുടവ ബന്ധുരയ്ക്ക് നേരെ നീട്ടി. ഇത് ദൈവത്തെയോ ചെകുത്താനെയോ ആരെ വേണമെങ്കിലും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വാങ്ങിക്കോളൂ. താലി കെട്ടണത് സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്ന് വിവാഹം രജിസ്റ്റർ ചെയ്തിട്ട്. പട്ടുപുടവ അവൻ ബന്ധുരയ്ക്ക് നേരെ നീട്ടി. ബന്ധുര ഒരു പിടച്ചിലോടെ സർവശക്തിയും എടുത്ത് പിന്തിരിഞ്ഞോടി. ദേവനാരായണൻ ഒരു കുതിപ്പിൽ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. എന്നെ ഒന്നും ചെയ്യരുത് ദേവേട്ട, ഞാൻ പാവാ. അവൾ തൊഴുകൈകളോടെ തേങ്ങി. നീ പാവമല്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. നീ പച്ചപ്പാവമായതുകൊണ്ടല്ലേ മുറച്ചെറുക്കനായ ഞാൻ ജീവനോടെ ഉള്ളപ്പോ വേറൊരുത്തിന്റെ മുന്നിൽ പെണ്ണുകാഴ്ചയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിന്നു കൊടുത്തത്. ഇന്നലെ നടു റോഡിൽ വെച്ച് എന്റെ കൺമുന്നിൽ വെച്ച് മറ്റൊരുത്തിനോടൊപ്പം കൊഞ്ചിക്കൊഴഞ്ഞ് ആടിയത്. അവൻ ഒന്ന് നിർത്തിയിട്ട് അവൾക്ക് നേരെ മുരണ്ടു. ഒരു നല്ല കാര്യത്തിന് ഒരുങ്ങി ഇറങ്ങിയതല്ലേ, പിന്നോട്ട് കയറണ്ട. നടക്ക്, രജിസ്ട്രാർ ഓഫീസിലേക്ക് പോവാം. സാക്ഷികൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഇല്ല, ഞാൻ വരില്ല. അവൾ കരച്ചിലോടെ തല കുടഞ്ഞു. ഹാ, ധിക്കാരം പറയുന്നോടി. അവൻ അവളുടെ കയ്യിൽ ശക്തിയോടെ പിടിച്ചു വലിച്ച് മുന്നോട്ട് നടന്നു. അതുവരെ എല്ലാം കണ്ട് ഭയവിഹലിതയോടെ നിന്ന കേശവൻ നായർ വരാന്തയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി ഓടി. വിടടാ, വിടടാ എന്റെ മോളെ, വിടാൻ. കേശവൻ നായർ ദേവനാരായണനെ പിടിച്ചു. ദേവനാരായണൻ തല വെട്ടിത്തിരിച്ചു. മിണ്ടിപ്പോകരുത്. അവൻ വീണ്ടും ബന്ധുരയെയും പിടിച്ചു വലിച്ചു നടന്നു. എന്റെ വീട്, ഞാൻ വരില്ല. ബന്ധുര കുതറി. നീ എന്റെ പെണ്ണ, എന്റേത് മാത്രം. എന്റെ മോളെ വിടട പട്ടി. നിന്നെപ്പോലെ ഒരു വൃത്തികെട്ടവന് പെണ്ണു തരാൻ ഇവിടെ ഇല്ലടാ. കേശവൻ നായർ അവന് മുന്നിൽ കയറി നിന്നു. മാറി നിൽക്കാനാ പറഞ്ഞത്. ദേവനാരായണൻ അയാളെ ശക്തിയിൽ തള്ളി. കേശവൻ നായർ ദൂരേക്ക് തെറിച്ചു വീണു. ദേവകി അമ്മയും ഇന്ദുലേഖയും കൃഷ്ണപ്രിയയും വല്ലാത്തൊരു നിലവിളിയോടെ കേശവൻ നായരുടെ അടുത്തേക്ക് ഓടി. എന്റെ കേശോട്ടാ. ദേവകി അമ്മ അയാളെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ബന്ധുര ദേവനാരായണന്റെ കൈകളിൽ കിടന്ന് ആർത്തലച്ച് കരഞ്ഞു. ദേവകി അമ്മയുടെ കൈകളിൽ താങ്ങി നിലത്തു നിന്നും ആയാസപ്പെട്ട് എഴുന്നേൽക്കുന്ന കേശവൻ നായരെ നോക്കി ദേവനാരായണൻ ഗർജിച്ചു. തകർന്നു വീണ സ്വപ്നങ്ങളുടെ ശവപ്പറമ്പിൽ നിന്നുകൊണ്ടാ ദേവനാരായണൻ പറയണത്. ഇവൾ എനിക്കുള്ളതാ, ഇവളെ എനിക്ക് വേണം. അവൻ ഒന്ന് നിർത്തിയിട്ട് ഗതകാല സ്മരണകളിൽ മുങ്ങിത്താഴ്ന്നിട്ടെന്നോണം തുടർന്നു. അച്ഛന്റെയും അമ്മയുടെയും അടക്കി പിടിച്ച തേങ്ങലുകളും കണ്ണീരും കണ്ട്
ബാല്യ കൗമാരങ്ങൾ തളർത്തി കളഞ്ഞവനാ ഈ ഞാൻ. പൂമംഗലത്തെ പെണ്ണിനെ ഒരു കൂരയ്ക്കുള്ളിൽ പൊറിപ്പിച്ചതിന്റെ പേരിൽ എല്ലാ പീഡനങ്ങളും അനുഭവിച്ച് ഒറ്റക്കയ്യനായി നരകിച്ചു മരിച്ച ചെത്തുകാരൻ നാരായണന്റെ മകന്റെ ഇളം മനസ്സിലേക്ക് പകയുടെ തീക്കനലുകൾ വാരി എറിഞ്ഞത് നിങ്ങളൊക്കെയാ. അതിനൊക്കെ കണക്ക് തീർത്തില്ലെങ്കിൽ എന്റെ അച്ഛന്റെ ആത്മാവ് പോലും പൊറുക്കില്ല, ക്ഷമിക്കില്ല. ഈ ദേവനാരായണന്റെ കണക്ക് പുസ്തകത്തിൽ ഇവൾ മാത്രമേ ഉള്ളൂ, പൂമംഗലത്തെ കേശവൻ നായരുടെ മകൾ. ബന്ധുരയുടെ കൈ പിടിച്ച് വഴിയിലേക്ക് ഇറക്കിയതും ദേവനാരായണൻ ഒന്ന് അറച്ചു. ഓടിക്കിതച്ചു വരുന്ന അമ്മ. കേശവൻ നായരും അത് കണ്ടു. ഭാമിനി, തന്റെ ഉടപ്പിറന്നോൾ, 30 വർഷം മുമ്പ് ചെത്തുകാരൻ നാരായണനോടൊപ്പം ഒളിച്ചോടിയതിന്റെ പേരിൽ പൂമംഗലത്ത് നിന്നും പടിയടച്ച് പിണ്ടം വെച്ച ഭാമിനി. മോനെ, അരുതടാ, അരുത് ദേവാ. ഭാമിനി ശക്തമായൊരു തേങ്ങലോടെ ദേവനാരായണന്റെ മുന്നിൽ ഓടിക്കിതച്ചെത്തി. വേണ്ട മോനെ, ഒരിക്കൽ നിന്റെ അച്ഛനോടൊപ്പം ഇറങ്ങിപ്പോന്നതിന്റെ പേരിൽ പടിയടിച്ച് പിണ്ടം വെക്കാൻ വിധിക്കപ്പെട്ടവളാണ് ഈ അമ്മ. 30 വർഷത്തിന് ശേഷം മറ്റൊരു പെൺകുട്ടി കൂടി ഈ തറവാട്ടിൽ നിന്നും പടിയടിച്ച് പിണ്ടം വെക്കാൻ വിധിക്കപ്പെടരുത്, അതും എന്റെ മകൻ കാരണം. വേണ്ടട ദേവ, ഇനിയും ഒരു തനിയാവർത്തനം വേണ്ട. ഭാമിനി മകനെ കെട്ടിപ്പിടിച്ച് ഹൃദയം തകർന്ന് കരഞ്ഞു നിർത്തലില്ലാതെ. വേണ്ട, പിച്ചു വെച്ച് നടന്ന കാലം മുതൽ ഈ കണ്ണീരും സങ്കടങ്ങളും നെടുവീർപ്പുകളും മാത്രം കണ്ടു വളർന്നവനാ അമ്മയുടെ ഈ മകൻ. ബാല്യകൗമാര സ്വപ്നങ്ങളിൽ പോലും ഓർമ്മിക്കാനും ഓർമ്മിക്കാനും നെഞ്ചിലേറ്റി താലോലിക്കാനും പകയും പ്രതികാരവും ദ്വേഷവും മാത്രമേ ഈ ദേവൻ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഇടതുകൈയാൽ ഭാമിനിയെ അടർത്തി മാറ്റി. ഇല്ല, അമ്മയുടെ മകന് കഴിഞ്ഞതൊക്കെ പൊറുക്കാൻ കഴിയുമായിരിക്കും, പക്ഷേ ചെത്തുകാരൻ നാരായണന്റെ മകന് ഒന്നും മറക്കാനും പൊറുക്കാനും ആവില്ല. കരിങ്കല്ല, ഈ മനസ്സ് കരിങ്കല്ലായി പോയി അമ്മേ. മോനെ ദേവ, ആരോ ചെയ്ത തെറ്റിന് ഈ പാവം പെണ്ണിനെ ശിക്ഷിക്കരുതടാ. എന്റെ മോൻ കാരണം ഒരു പെണ്ണും കണ്ണീരൊഴുക്കരുത്. ആ ശാപം നമുക്ക് വേണ്ടട മോനെ. ആ അമ്മയുടെ അപേക്ഷയാണെന്ന് കരുതിയ മതി. ഭാമിനി ഒരു യാചന പോലെ പറഞ്ഞു. അമ്മേ, അവൻ തെല്ല് ശബ്ദമുയർത്തി വിളിച്ചു. കഴിഞ്ഞ 7 വർഷം ജയിലിൽ കിടക്കുമ്പോഴും ഓരോ രാത്രിയിലും മരണത്തെ ഭയന്നുള്ള ആർത്തലച്ചൊരു കരച്ചിൽ കേട്ട് ഞാൻ ഞെട്ടി ഉണരുമായിരുന്നു. അമ്മയ്ക്കറിയോ ആരുടെ കരച്ചിലാണ് എന്റെ കാതിൽ ഇരമ്പി അമർന്നതെന്ന്? അമ്മയുടെ നാരായണേട്ടന്റെ, എന്റെ അച്ഛന്റെ. പൂമംഗലത്തുകാർ വലതുകൈ വെട്ടിക്കളഞ്ഞപ്പോ മരണത്തെ ഭയന്നുള്ള അച്ഛന്റെ ആ കരച്ചിലുണ്ടല്ലോ, അത് അലകടലിന്റെ ഇരമ്പൽ പോലെ ഇപ്പോഴും ഇരമ്പ. ഈ ദേവന് മാത്രം കേൾക്കാവുന്ന ഇരമ്പൽ. അവൻ ഒന്ന് നിർത്തിയിട്ട് ബന്ധുരയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ഈ ഒരു കാര്യത്തിൽ മാത്രം ഈ ദേവൻ എന്റെ അമ്മയെ ധിക്കരിക്കുക. ഭാമിനി, കേശവൻ നായർ തീരെ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. നേരത്തെ ഒരു തേങ്ങളോടെ ഭാമിനി തലതിരിച്ചു. 4 കണ്ണുകൾ വർഷങ്ങൾക്ക് ശേഷം പരസ്പരം കണ്ടു. ഭാമിനി, ഇത്രമാത്രം ശിക്ഷിക്കാൻ എന്റെ മോൾ എന്ത് തെറ്റ് ചെയ്തു? എന്നെ ശിക്ഷിച്ചോളൂ, എന്റെ മോളെ ശിക്ഷിക്കരുതേ. അയാൾ ഭാമിനിക്ക് നേരെ ശക്തമായൊരു തേങ്ങലോടെ തൊഴുകൈകളോടെ നിന്നു. കേശോട്ട, അങ്ങനെയൊന്നും പറയരുതേ. ഭാമിനിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. പടിയടിച്ച് പിണ്ടം വെച്ചതാണെങ്കിലും കേശോട്ടൻ എന്റെ ഉടപ്പിറന്നവനാണ്. അപ്പോഴേക്കും അതൊന്നും ശ്രദ്ധിക്കാതെ ബന്ധുരിയെ വലിച്ചഴിച്ച് ദേവനാരായണൻ നടന്നു കഴിഞ്ഞു. മോനെ ദേവ, നിൽക്ക്. ഭാമിനി അവർക്ക് പിന്നാലെ ഓടി. കേശവൻ നായരും ഉടനെ ഒരു പോലീസ് ജീപ്പ് ദേവനാരായണൻ മുന്നിൽ ഇരച്ചു നിന്നു. ജീപ്പിൽ നിന്നും SI മിന്നൽ ജോണും പോലീസുകാരും ചാടിയിറങ്ങി. ദേവനാരായണൻ ഒന്ന് അറച്ചു നിന്നു. മിന്നൽ ജോൺ ദേവനാരായണനെയും അവന്റെ കയ്യിൽ കിടന്ന് പിടയുന്ന ബന്ധുരെയും നോക്കി. ആരോ തന്നെ ചതിച്ചിരിക്കുന്നു. SI മിന്നൽ ജോണിന് അടങ്ങാത്ത കലിയുള്ളതിനാൽ എത്ര കള്ളക്കേസുകളിൽ വേണമെങ്കിലും കൊടുക്കാം. ഓടി രക്ഷപ്പെടാൻ പഴുതുകളില്ല. എന്നു മുതലാടാ പെൺമോഷണം തുടങ്ങിയത്? പറയടാ റാസ്കൽ. മിന്നൽ ജോൺ അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. വീട് സാറേ, ഇത് പെൺമോഷണമല്ല, ഇവളെന്റെ മുളപ്പെണ്ണ, ദേവനാരായണൻ പറഞ്ഞു. അല്ല സാറേ, ഇവൻ എന്റെ മോളെ ബലമായി പിടിച്ചോണ്ട് പോകുക, രക്ഷിക്കണം സർ. കേശവൻ നായർ SIയുടെ കാൽക്കീഴിലേക്ക് കുഴഞ്ഞു വീണു. അത് ശരി, കേരള ജീപ്പിലോട്ട്. നിന്നെ ഒന്ന് കൈ കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു. മിന്നൽ ജോൺ അവന്റെ മുഖം അടച്ച് ഒരടി കൊടുത്തു. പിന്നെ ജീപ്പിലേക്ക് പിടിച്ചു തള്ളി. എല്ലാരും കരുതിയിരുന്നോ, കൊലക്കുറ്റത്തിനൊന്നുമല്ല ഞാൻ പോകുന്നത്. നാളെ പുലരുന്നതിന് മുമ്പ് ഞാൻ പുറത്തു വരും, കരുതിയിരുന്നോ? ദേവനാരായണൻ പിന്നെ കയ്യിലിരുന്ന പുടവയും താലിച്ചെയിനും ഭാമിനിയെ ഏൽപ്പിച്ചു. അമ്മ, ഇത് സൂക്ഷിച്ചു വെച്ചോളൂ, നാളെ വരുമ്പോ ആവശ്യമുള്ളതാ.
പോലീസ് ജീപ്പ് മുന്നോട്ട് പോയി. ഭാമിനി, ക്ഷമിക്ക്, കേശവൻ നായർ വിതുമ്പി. സാറില്ല കേശവട്ട, ബന്ധുര രക്ഷപ്പെട്ടല്ലോ, അതുപോരെ. ഭാമിനി നിറഞ്ഞൊഴിയുക കണ്ണുകൾ തുടച്ചിട്ട് മെല്ലെ നടന്നു നീങ്ങി. അന്ന് ബന്ധുര ട്യൂട്ടോറിയൽ കോളേജിൽ പോയില്ല. പൂമംഗലം തറവാട് മരണവീട് പോലെയായി. ഇന്ന് ബന്ധുര രക്ഷപ്പെട്ടത് പോലീസ് വന്നതുകൊണ്ടാണ്. ദേവനാരായണൻ നാളെ വന്നാൽ അതൊരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു. ആ രാത്രി കേശവൻ നായർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ദേവനാരായണനിൽ നിന്നും തന്റെ മകളെ എങ്ങനെ രക്ഷിക്കുമെന്നറിയാതെ അയാൾ വിങ്ങിപ്പൊട്ടി. ഇടയ്ക്കിടെ ബന്ധുരയിൽ നിന്നും വിതുമ്പലിന്റെ നേർത്ത ശബ്ദം കേൾക്കാനായി. നേരം പുലർന്നു. ദേവകിയമ്മ കട്ടൻ കാപ്പിയുമായി കേശവൻ നായർ കിടക്കുന്നിടത്തേക്ക് ചെന്നു. കേശവട്ടൻ എന്നും പുലർച്ചെ എഴുന്നേൽക്കുന്നതാണ്. ഇന്ന് ആ പതിവ് തെറ്റിയിരിക്കുന്നു. കേശവട്ടാ, എണീക്ക്. ദേവകിയമ്മ ഭർത്താവിനെ തട്ടി വിളിച്ചു. കേശവൻ നായർ ആ വിളിവെച്ച് കേട്ടില്ല. ഇറുകെ പൂട്ടിയ കണ്ണുകൾ തുറന്നില്ല. കേശവട്ടാ, എണീക്ക്. അവർ വീണ്ടും കുലുക്കി വിളിച്ചു. അപ്പോഴും കേശവൻ നായർ ഉണർന്നില്ല. ഒരിക്കലും ഉണരാത്ത ഗാഠനിദ്ര. കേശവൻ നായരുടെ ശരീരത്തിന് വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടതും ദേവകി അമ്മയുടെ ഹൃത്തടത്തിൽ നിന്നും ഒരാർത്തനാദമുയർന്നു. കേശവട്ടാ! ആ നിലവിളി കേട്ട് ബന്ധുരയും ഇന്ദുലേഖയും കൃഷ്ണപ്രിയയും ഓടിയെത്തിയപ്പോഴേക്കും അവരുടെ പ്രിയപ്പെട്ട അച്ഛന്റെ ആത്മാവ് അങ്ങ് ദൂരേക്ക് പറന്നുപോയി കഴിഞ്ഞിരുന്നു. പൂമംഗലം തറവാട്ടിൽ നിന്നും കൂട്ടക്കരച്ചിലുയർന്നു. മുറ്റത്തും തൊടിയിലും ആളുകൾ കൂടി നിന്നു. ദേവകി അമ്മയുടെയും പെൺമക്കളുടെയും ഇടനെഞ്ച് തകർന്നുള്ള കരച്ചിൽ അവിടെ കൂടി നിന്നവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ഇന്നലെ വരെ ഒന്ന് പറയാനെങ്കിലും പൂമംഗലം തറവാട്ടിൽ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. ഇന്ന് അത് നഷ്ടമായിരിക്കുന്നു. ഇനി ആ കൊച്ചു വീട്ടിൽ 4 സ്ത്രീകൾ മാത്രം. ബന്ധുരയ്ക്ക് ദുഃഖമടക്കാനായില്ല. അവൾ കേശവൻ നായരുടെ നിശ്ചലമായ ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് ഹൃദയം പൊട്ടിക്കരഞ്ഞു. എന്റെ അച്ഛാ, ഞങ്ങളെ തനിച്ചാക്കി പോവുകയാണ് അച്ഛോ. ഇനി ഞങ്ങൾക്ക് ആരാ ഉള്ളത്? അടുത്തു നിന്ന സ്ത്രീകൾ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ സാന്ത്വന വാക്കുകൾക്കൊന്നും അവളുടെ ദുഃഖത്തെ ശമിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. രാവിലെ തന്നെ മഹാത്മാ ട്യൂട്ടോറിയൽ കോളേജിൽ നിന്നും ബാലചന്ദ്രൻ സാറും സഹ അധ്യാപകരും വിദ്യാർത്ഥികളും വന്നു. അച്ഛന്റെ ശവശരീരത്തിൽ കെട്ടിപ്പിടിച്ച് നെഞ്ചുരുകി കരയുന്ന ബന്ധുരയെ ബാലചന്ദ്രൻ സാർ സങ്കടത്തോടെ നോക്കി. പാവം പെൺകുട്ടി. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും ചുമലിലേറ്റി സ്വന്തം ജീവിതം മറന്നു ജീവിക്കുന്ന ബന്ധുരയോട് അയാൾക്ക് ബഹുമാനം തോന്നി. ബന്ധുരയും അയാളെ കണ്ടു. 2 നിമിഷം അവർ പരസ്പരം നോക്കി. ബാലചന്ദ്രനും ബന്ധുരയും സംസാരിക്കുന്നത് തെല്ലകലെ നോക്കി നിൽക്കുകയായിരുന്നു ദേവനാരായണൻ. അവനിൽ കോപം കത്തിജ്വലിച്ചു. ബാലചന്ദ്രൻ അവനെയും കടന്ന് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയതും ദേവനാരായണൻ മുന്നിൽ കയറി നിന്നു. എടാ വാദ്യാരെ, അവൻ ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു. ബാലചന്ദ്രൻ മുഖമുയർത്തി. ഇനി പൂമംഗലം തറവാട്ടിലെ കാരണവർ ഞാനാ, ദേവനാരായണൻ. ഞാൻ പറയണത് ഇനി മുതൽ ഇവിടെ നടക്കൂ. പറഞ്ഞത് മനസ്സിലായല്ലോ? പൊയ്ക്കോ. ബാലചന്ദ്രൻ മുഖം തിരിച്ച് ബന്ധുരയെ നോക്കി. ഹൃദയം പിളർന്ന വേദനയിൽ നിൽക്കുകയായിരുന്നു ബന്ധുര. അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. രാവിലെ മുതൽ ഇവിടെ വന്ന് കഷ്ടപ്പെട്ടതാണ് ബാലചന്ദ്രൻ സർ. ശവസംസ്കാര ചടങ്ങിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയതും ബാലചന്ദ്രൻ സാറാണ്. എന്നിട്ടും ബാലചന്ദ്രൻ മെല്ലെ നടന്നു നീങ്ങി. ദേവേട്ടന്റെ വാക്കുകൾ തനിക്കുള്ള മുന്നറിയിപ്പാണെന്ന് ബന്ധുരയ്ക്ക് മനസ്സിലായി. ദേവനാരായണൻ ബന്ധുരയെ കടുപ്പിച്ചൊന്ന് നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു. പൂമംഗലം തറവാട്ടിൽ ദേവകി അമ്മയും മക്കളും മാത്രമായി. സന്ധ്യ മയങ്ങി. ബന്ധുര ജാലകവാതിലൂടെ എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുന്ന ചിതയിലേക്ക് നോക്കി നിന്നു. മുറിക്കുള്ളിൽ നിന്നും ദേവകി അമ്മയുടെ അടക്കി പിടിച്ച തേങ്ങൽ ഉയർന്നുകൊണ്ടിരുന്നു. വടക്കേ വീട്ടിലെ ജാനകി എട്ടെത്തി വൈകുന്നേരം കഞ്ഞിയുമായി വന്നു. ഏറെ നിർബന്ധിച്ചിട്ടും ആരും ഒന്നും കഴിച്ചില്ല. രാത്രി വളർന്നുകൊണ്ടിരുന്നു. ആർക്കും ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. വല്ലാത്തൊരു ശൂന്യത. ഇത്ര വേഗം അച്ഛൻ തങ്ങളെ വിട്ടുപോകുമെന്ന് അവരാരും കരുതിയതേയില്ല. നേരം പുലർന്നു. ദേവികമ്മ ഒരേ കിടപ്പ് തന്നെയായിരുന്നു. ബന്ധുര കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. ബന്ധുരെ, ആരുടെയോ വിളിവെച്ച് കേട്ട് അവൾ പൂമുഖത്തേക്ക് ചെന്നു. തലയിൽ ഒരു ചാക്കുകെട്ടുമായി നിൽക്കുകയാണ് ദേവനാരായണൻ. അടുക്കളയിലേക്കുള്ള സാധനങ്ങളാ. കേശവമാമ മരിച്ചെന്ന് കരുതി ഒന്നിനും ഒരു കുറവും വരുത്തണ്ട. ചാക്കുകെട്ട് വരാന്തയിൽ ഇറക്കി വെച്ചുകൊണ്ട് ദേവനാരായണൻ പറഞ്ഞു. വേണ്ട, ഇതൊന്നും ഇവിടെ വേണ്ട. ബന്ധുര പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് കയറാൻ തുടങ്ങി. പിന്നെ ഇതൊക്കെ ആര് വാങ്ങിത്തരുമടി? നിന്റെ ആ ചെറ്റ വാദ്യാരോ? പറയടി പുല്ലേ.
പുറത്തെ ശബ്ദം കേട്ട് ദേവകി അമ്മയും ഇന്ദുലേഖയും കൃഷ്ണപ്രിയയും പൂമുഖത്തേക്ക് വന്നു. ബന്ധുരയുടെ കാതിൽ ബാലചന്ദ്രൻ സാറിന്റെ വാക്കുകൾ മുഴങ്ങി. ഒന്നു മാത്രം ടീച്ചർ ഓർക്കണം, ഇനി ഈ വീട്ടിൽ ആണുങ്ങളായി ആരുമില്ല. ഈ വീടും വീട്ടിലുള്ളവരെയും എല്ലാം ടീച്ചറെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ പോയിരിക്കുന്നതെന്ന് ഓർമ്മ വേണം. ദേവനാരായണൻ കത്തുന്ന കണ്ണുകളോടെ ബന്ധുരയ്ക്ക് നേരെ തിരിഞ്ഞു. മര്യാദയ്ക്ക് ഇത് കൊണ്ടുപോയി അകത്ത് വെക്കടി. ഇല്ല, ഈ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. ബന്ധുരയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. അവൻ വർദ്ധിച്ച കോപത്തോടെ ആ ചാക്കുകെട്ട് വലിച്ചിഴച്ച് അടുക്കളയിൽ വെച്ചിട്ട് തിരിച്ചു വന്നു. ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു ദേവകിയമ്മ. ദേവനാരായണൻ എല്ലാവരെയും കനപ്പിച്ചു നോക്കിയിട്ട് ശബ്ദമുയർത്തി. ഇനി മുതൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ഞാനാണ്, ചീറോത്ത ദേവനാരായണൻ. ഞാനറിയാതെ ഒരു ഈച്ച പോലും ഈ പഠിപ്പുരയ്ക്കുള്ളിൽ കടക്കാൻ പാടില്ല, മനസ്സിലായോ? ദേവനാരായണൻ എല്ലാവരോടുമായി പറഞ്ഞു. അപ്പോൾ പടിപ്പുറയും കടന്ന് പൂമംഗലത്തേക്ക് വരികയായിരുന്നു ബാലചന്ദ്രൻ സർ. ബന്ധുര വല്ലാതെ ഭയന്നു. ഇനി എന്താണ് സംഭവിക്കുന്നത് അറിയാതെ ഭയവിഹുലരായി നിൽക്കുകയായിരുന്നു ദേവകി അമ്മയും ഇന്ദുലേഖയും കൃഷ്ണപ്രിയയും. ബാലചന്ദ്രൻ അടുത്തെത്തിയതും ദേവനാരായണന്റെ ആജ്ഞാസ്വരം. നിൽക്കടോ വാദ്യാരെ. ബാലചന്ദ്രൻ സർ വിളറി വെളുത്തു. യാതൊരു കൂസലുമില്ലാതെ ഇത് എങ്ങോട്ടാ പോകുന്നത്? ദേവനാരായണൻ ബാലചന്ദ്രന് മുന്നിലേക്ക് നീങ്ങി നിന്നു. കേശവമാമ മരിച്ചപ്പോ താനിവിടെ വന്ന് ഷൈൻ ചെയ്തതല്ലേ, പിന്നെ ഇപ്പൊ എന്തിനാ വന്നത്? ചിതയിൽ നിന്ന് അസ്ഥി പൊറുക്കാനോ? അതോ? അവൻ അർത്ഥഗർഭമായി ബന്ധുരയെ നോക്കി. ബന്ധുര എന്റെ ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപികയാണ്. ഒരു സഹപ്രവർത്തകരുടെ വീട്ടിൽ മരണമോ കല്യാണമോ വന്ന എന്റെ സ്ഥാപനത്തിലെ എല്ലാ ജീവനക്കാരും സഹകരിച്ച് ആ കുടുംബത്തെ സഹായിക്കാറുണ്ട്. ആ തുക ഇവിടെ തരാനാണ് ഞാൻ വന്നത്. ബാലചന്ദ്രൻ പോക്കറ്റിൽ നിന്നും ഒരു കവർ എടുത്ത് ബന്ധുരയ്ക്ക് നേരെ നീട്ടി. ടീച്ചറെ, അച്ഛന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തേണ്ടതല്ലേ, ഇത് 2000 രൂപയുണ്ട്, ഇതാ. ആകെ വിറങ്ങളിച്ചു നിന്ന ദേവനാരായണൻ അതുകൂടി കണ്ടപ്പോൾ കോപാന്തനായി. അവന്റെ ഒരു സഹായം! ചേറ്റേ! അവൻ ബാലചന്ദ്രന്റെ കയ്യിലിരുന്ന കവർ പിടിച്ചു വാങ്ങി ദൂരെ എറിഞ്ഞു. ഈ പന്ന വാതേര് തരുന്ന നക്കാപ്പിച്ചുകൊണ്ട് നീ ഒന്നും ജീവിക്കണ്ടടി. കേശമാമയുടെ 16 അടിയന്തരം നടത്താനും നിന്നെയൊക്കെ പോറ്റാനും എനിക്ക് കഴിയും. ഇനി മുതൽ നീ ഈ നാറിയുടെ ട്യൂട്ടോറിയലിൽ ജോലിക്ക് പോകുന്നില്ല. ചെലവിന് ഞാൻ തന്നോളാം, മനസ്സിലായോ? അതുവരെ ദുഃഖ കൊടുങ്കാറ്റിൽ ആടി ഒലഞ്ഞു നിന്ന ബന്ധുര ശബ്ദമുയർത്തി. ഇതൊക്കെ പറയാൻ ദേവേട്ടൻ എന്താ അവകാശം? ദേവനാരായണന്റെ ചുണ്ടിൽ വന്യമായൊരു പുഞ്ചിരി തത്തിക്കളിച്ചു. പടിയടച്ച് പിണ്ടം വെച്ചതാണെങ്കിലും എന്റെ അമ്മയും ഈ പൂമംഗലം തറവാട്ടിലെത് തന്നെയാടി. നീ എന്റെ മുറപ്പെണ്ണുമാണ്. കേശവമാമയുടെ ചിതയ്ക്ക് ഞാൻ തീ കൊളുത്തിയപ്പോ നിനക്കത് ബോധ്യമായില്ലേ? ഇന്ദുലേഖയും കൃഷ്ണപ്രിയയും ഭയന്ന് നിൽക്കുകയായിരുന്നു. ദേവനാരായണന് മുന്നിൽ തോറ്റുകൊടുക്കാൻ ബന്ധുര തയ്യാറല്ലായിരുന്നു. ഈ ബന്ധം സ്വന്തമൊക്കെ ഇത്രയും കാലം എവിടെയായിരുന്നു? അച്ഛൻ വാദം പിടിപെട്ട് 4-5 വർഷം കിടപ്പിലായപ്പോഴും ദിവസങ്ങളോളം ഞങ്ങൾ പട്ടിണി കിടന്നപ്പോഴും ഇല്ലാതിരുന്ന ഈ സ്നേഹവും ബന്ധമൊന്നും ഇനി ഞങ്ങൾക്ക് വേണ്ട. അവൾ തറപ്പിച്ചു പറഞ്ഞിട്ട് ദൂരെ വീണു കിടന്ന കവർ എടുത്തു. ആ ധർമ്മക്കാശ് എടുത്തു പോകരുത്. ദേവനാരായണൻ അവക്ക് മുന്നിലേക്ക് പാഞ്ഞു ചെന്നു. എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യേണ്ടെന്നും ഞങ്ങൾ തീരുമാനിച്ചോളാം, ബന്ധുര ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എന്ത് പറഞ്ഞടി ചൂലെ? അവൻ അവളുടെ മുഖം അടച്ച ഒരു അടി കൊടുത്തു. കണ്ണുകളിൽ അന്ധകാരം പടരുന്നത് പോലെ അവക്ക് തോന്നി. അടിയുടെ ആഘാതത്തിൽ പിന്നോക്കം വെച്ചുപോയി. ഇന്ദുലേഖയും കൃഷ്ണപ്രിയയും വാവിട്ട് നിലവിളിച്ചു. ദേവനാരായണൻ ബന്ധുരയ്ക്ക് നേരെ വീണ്ടും കൈ ഉയർത്തി. എന്റെ മോളെ തൊട്ടുപോകരുത്. ദേവിയമ്മ അടുക്കളയിൽ നിന്നും വെട്ടുകത്തിയുമായി ദേവനാരായണന് നേരെ പാഞ്ഞെടുത്തു. ഇറങ്ങടാ പുറത്ത്. ദേവകിയമ്മ അവന് നേരെ വെട്ടുകത്തി ഉയർത്തി. അവൻ ബന്ധുരയെ തള്ളി മാറ്റിയിട്ട് ദേവകിയമ്മയ്ക്ക് മുന്നിലേക്ക് നീങ്ങി നിന്നു. തള്ളയും മക്കളും കൂടെ എന്നെ തോൽപ്പിക്കാനാണോ ഭാവം? നോക്ക്, ഈ നിൽക്കുന്ന ചെറ്റയെ കണ്ടിട്ടാ നിഗളിക്കുന്നുണ്ടെങ്കിൽ വേണ്ട, ദേവനാരായണനോട് വേണ്ട. ദേവനാരായണൻ ഒരിക്കൽ കൂടി കത്തുന്ന കണ്ണുകളോടെ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് തല ഉയർത്തിപ്പിടിച്ച് നടന്നു. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പാ. ദേവകിയമ്മ ശക്തമായ തേങ്ങലോടെ വീടിനുള്ളിലേക്ക് ഓടി. ഇന്ദുലേഖയും കൃഷ്ണപ്രിയയും വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ട് അമ്മയുടെ പിന്നാലെ അകത്തേക്ക് പോയി. ബന്ധുര ഒരു പൊട്ടിക്കരച്ചിലിന്റെ വക്കോളം എത്തി നിൽക്കുകയായിരുന്നു. ബാലചന്ദ്രന് വല്ലാത്ത ദുഃഖമുണ്ടായി. അയാൾ ബന്ധുരയെ മെല്ലെ നോക്കി. ബന്ധുരയും. അവരുടെ കണ്ണുകൾ തമ്മിൽ ഒരു നിമിഷം പരസ്പരം ഇടഞ്ഞു. ഞാനിവിടെ വരരുതായിരുന്നു, പക്ഷെ എന്തോ വരാതിരിക്കാൻ കഴിഞ്ഞില്ല. ക്ഷമിക്കു ടീച്ചറെ, അയാൾ അവൾക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞിട്ട് മെല്ലെ നടന്നു. ബാലചന്ദ്രൻ സാറേ, ബന്ധുര വിളിച്ചു. അയാൾ തിരിഞ്ഞു നിന്നു. അവൾ അയാൾക്കടുത്തേക്ക് ചെന്നു.
അച്ഛൻ മരിച്ച ദിവസം സാറിന് കുറെ പണം ചെലവായതാണ്. ഇനിയും സാറിനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. സാർ ഇത് തിരികെ കൊണ്ടുപോയിക്കോളൂ. ബന്ധുര നിലത്ത് നിന്നും പെറുക്കിയെടുത്ത നോട്ടുകൾ അയാൾക്ക് നേരെ നീട്ടി. ബാലചന്ദ്രൻ ആ നോട്ടുകളിലേക്കും ദുഃഖം ഘനീഭവിച്ച മുഖത്തേക്കും സഹതാപത്തോടെ നോക്കി. നീണ്ട നിശബ്ദ നിമിഷങ്ങൾക്കൊടുവിൽ ബാലചന്ദ്രൻ വിളിച്ചു, ബന്ധുര ടീച്ചറെ. അവൾ നനഞ്ഞ കണ്ണുകളാൽ മുഖമുയർത്തി. അന്യനായി കാണുമ്പോഴാണ് ഇതൊരു ബുദ്ധിമുട്ടായി ടീച്ചർക്ക് തോന്നുന്നത്. എന്നെ അന്യനായി കാണാതിരുന്ന ഇത് എന്റെ ഒരു കടമയാകും. ഇതിൽ എന്നെ എങ്ങനെയാണ് ടീച്ചർ കാണുന്നതെന്ന് തീരുമാനിച്ച സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം. ബാലചന്ദ്രൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അവൾ വിഷമിച്ചു. ഒരു അപേക്ഷ പോലെയായിരുന്നു ബാലചന്ദ്രന്റെ വാക്കുകൾ. 4-5 നിമിഷങ്ങൾ മൂകമായി കടന്നുപോയി. അയാൾക്ക് നേരെ നീട്ടിയ 100ന്റെ നോട്ടുകൾ തെരിപ്പിടിച്ച അവളുടെ കൈകൾ മെല്ലെ താഴ്ന്നു. സർ. ബന്ധുരയിൽ നിന്നും നേർത്തൊരു തേങ്ങൽ ഉയർന്നു. കരയരുത്. ഒക്കെ നല്ലതിനു വേണ്ടിയാണെന്ന് സമാധാനിക്കുക. ഞാൻ പോട്ടെ. ബാലചന്ദ്രൻ നടന്നു മറയുന്നത് വരെ അവൾ മുറ്റത്ത് തന്നെ നിന്നു. ദേവകിയമ്മ അപ്പോഴും തലയിണയിൽ മുഖം പൂഴ്ത്തി വിങ്ങി വിങ്ങി കരയുകയായിരുന്നു. അമ്മേ. ബന്ധുര അടുത്തു ചെന്ന് മെല്ലെ വിളിച്ചു. എന്റെ മോളെ, നമുക്ക് ആരുമില്ലല്ലോ മോളെ. നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല. കരച്ചിലിനിടയിലും ദേവകിയമ്മ പറഞ്ഞു, ദൈവമുണ്ടമ്മേ നമുക്ക്. ആരുമില്ലാത്തവർക്ക് തുണയായി ദൈവം മാത്രമല്ലേ ഉള്ളൂ. ബന്ധുര അമ്മയെ സമാധാനിപ്പിച്ചു. ഒരാഴ്ച കടന്നുപോയി. ദേവനാരായണനെ ഭയന്ന് ഓരോ രാത്രിയിലും ദേവകിയമ്മ തലയണയ്ക്കടിയിൽ വെട്ടുകത്തി ഒളിപ്പിച്ചു വെച്ചാണ് കിടന്നത്. ബന്ധുര ഓരോ രാത്രിയിലും ഉറങ്ങാതെ നേരം വെളുപ്പിക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് ദേവനാരായണൻ അവിടേക്ക് വന്നതേയില്ല. ബന്ധുര വീണ്ടും ട്യൂട്ടോറിയൽ കോളേജിൽ പോയി തുടങ്ങി. മോളെ, ദേവനെ സൂക്ഷിക്കണം. അവൻ വിഷപ്പാമ്പാ. എപ്പോഴാ കൊത്തണതെന്ന് അറിയില്ല. ദേവകിയമ്മ ഓർമ്മിപ്പിച്ചു. ഇനി ശല്യപ്പെടുത്തിയ എന്താ വേണ്ടതെന്ന് എനിക്കറിയാമേ. ബന്ധുര അമ്മയെ സമാധാനിപ്പിച്ചു. അവൾ വീണ്ടും കോളേജിൽ വന്നു തുടങ്ങിയതിൽ ഏറ്റവും സന്തോഷിച്ചത് ബാലചന്ദ്രൻ സാറായിരുന്നു. അവൾ ക്ലാസ് റൂമിലേക്ക് കയറാൻ തുടങ്ങിയപ്പോ ബാലചന്ദ്രൻ സാർ പറഞ്ഞു, ആ ടീച്ചർ അറിഞ്ഞോ? അവൾ തിരിഞ്ഞു നിന്നു. ദേവനാരായണൻ ഏതോ അടിപിടി കേസിൽ ജയിലില്ല. ഇനി കുറച്ചു ദിവസത്തേക്ക് പേടിക്കണ്ട. ബന്ധുരയ്ക്ക് ആശ്വാസമായി. വീണ്ടും ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. അന്ന് കേശവൻ നായർ മരിച്ചതിന്റെ 16 അടിയന്തരമായിരുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കളെയും അയൽവാസികളെയും മാത്രമേ ക്ഷണിച്ചിരുന്നുള്ളൂ. ദേവനാരായണൻ ജയിലിലാണെന്നുള്ള സമാധാനമായിരുന്നു ബന്ധുരയ്ക്ക്. പക്ഷേ ചടങ്ങുകൾ തുടങ്ങിയപ്പോഴേക്കും പടിപ്പുര കടന്നു വരുന്ന ഭാമിനി അപ്പച്ചിയെയും ദേവനാരായണനെയും കണ്ട ബന്ധുര സ്തബ്ധയായി. പടിയടിച്ച് പിണ്ടം വെച്ച ഭാമിനി വീണ്ടും പൂമംഗലത്തേക്ക് വന്നതിൽ ബന്ധുക്കളിൽ പലർക്കും അനിഷ്ടം തോന്നിയെങ്കിലും ദേവനാരായണനെ ഭയന്ന് ആരും ഒന്നും മിണ്ടിയില്ല. ഒരവകാശം പോലെ കർമ്മങ്ങൾ ചെയ്തത് ദേവനാരായണനായിരുന്നു. ഒരു സാമ്രാജ്യം പിടിച്ചടക്കിയ ഭാവമായിരുന്നു അവന്. ബലിയിട്ട് തിരിച്ചു വന്ന ദേവനാരായണൻ ബന്ധുരയുടെ അടുത്തേക്ക് ചെന്നു. അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. ഒരു അടിപിടി കേസിൽ ഒരാഴ്ച സബ് ജയിലിലായിരുന്നു. ഭാഗ്യം കൊണ്ട് ഇന്നലെയാ ജാമ്യം കിട്ടിയത്. അതല്ലായിരുന്നെങ്കിൽ കേശുമാമയുടെ 16 അടിയന്തരത്തിന് കർമ്മം ചെയ്യാൻ ആളില്ലാതെ പോയേനെ. ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടാ ഇന്നലെയെങ്കിലും ജാമ്യം കിട്ടിയത്. ദേവനാരായണൻ മൃദുവായി പുഞ്ചിരിച്ചു. ബന്ധുര അവനൊന്ന് നോക്കുക പോലും ചെയ്യാതെ വീടിനുള്ളിലേക്ക് കയറി. ചടങ്ങെല്ലാം കഴിഞ്ഞ് ബന്ധുക്കളും അയൽക്കാരും പിരിഞ്ഞുപോയി. എല്ലാവരും പോയി കഴിഞ്ഞിട്ടും ഭാമിനിയപ്പച്ചിയും മകനും പോകാത്തത് എന്തെന്ന് ബന്ധുരയ്ക്ക് സംശയമായി. ദേവകിയമ്മയുടെ ചിന്തയും അതുതന്നെയായിരുന്നു. ദേവനാരായണൻ പൂമംഗലത്തെ കാരണവരെ പോലെ കേശവൻ നായർ കിടക്കാറുള്ള വരാന്തയിലെ ചാരുകസേരയിൽ കിടക്കുകയായിരുന്നു. ഭാമിനി മെല്ലെ ദേവകിയമ്മയുടെ അടുത്തേക്ക് ചെന്നു. ദേവകിയേട്ടത്തി. എന്താ ഭാമിനി? ഭാമിനിയുടെ പരുങ്ങൽ കണ്ട് ദേവകിയമ്മ ചോദിച്ചു. അത് പിന്നെ ദേവന് ബന്ധുരയ്ക്ക് പുടവ് കൊടുക്കണമെന്നുണ്ട്. 4-5 നിമിഷം എന്തോ ഓർത്തു നിന്നിട്ട് ഭാമിനി തീരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഒരു ഞെട്ടലോടെ ദേവകിയമ്മ ഭാമിനിയെ തുറച്ചു നോക്കി. അന്ന് ദേവൻ ഇവിടെ വന്ന് ബഹളം വെച്ചതൊക്കെ മറക്കണം. ഇനി വഴക്കിനും വക്കാണത്തിനും ഒന്നും പോവില്ല എന്ന് വാക്ക് തന്നതുകൊണ്ടാ ഞാൻ കൂടി ഇന്നിവിടെ വന്നത്. ഭാമിനി. ദേവകിയമ്മ തീരെ ശബ്ദം താഴ്ത്തി വിളിച്ചു. ബന്ധുരയ്ക്ക് ഈ ബന്ധം ഇഷ്ടമില്ല. അല്ലെങ്കിൽ തന്നെ എന്നും കേസും വഴക്കും ജയിലും ഒക്കെയായി കഴിയണ ഒരാളെ ഏത് പെണ്ണാ ഇഷ്ടപ്പെടുക? ദേവൻ ഒരു കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിച്ചനാണെന്ന് കൂടി ഓർക്കണം. ബന്ധുര കൂടെ ഉണ്ടെങ്കിൽ അവൻ നന്നാവും ദേവകിയെടുത്തി. എനിക്ക് ഉറപ്പാ. കേശോട്ടം മരിച്ച സ്ഥിതിക്ക് അവൻ താങ്ങും തണലുമായിക്കോളും.
ബന്ധുരയോട് ഏട്ടത്തി തന്നെ ഒന്ന് പറയുക. അടുത്ത മുറിയിൽ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ബന്ധുര പുറത്തേക്ക് ഇറങ്ങി ചെന്നു. വേണ്ട മാമിനിയപ്പേ, ഇതുവരെ ഇല്ലാതിരുന്ന താങ്ങും തണലും ഞങ്ങൾക്കിനി വേണ്ട. തന്നെയല്ല, ദേവേട്ടനെ പോലെ ഒരു വൃത്തികെട്ട ക്രിമിനലിന്റെ ഭാര്യയാകണതിനേക്കാൾ നല്ലത് ഒരു മുഴം കയറിൽ ജീവൻ കൊടുക്കണതാ. ബന്ധുര ശബ്ദമുയർത്തി പറഞ്ഞു. പിന്നെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി അവൾ മുഖമുയർത്തി. വാതിൽ അടഞ്ഞു നിൽക്കുകയാണ് ദേവനാരായണൻ. ഇത് നിന്റെ അവസാന തീരുമാനമാണോ? അവൻ കത്തുന്ന കണ്ണുകളാൽ ബന്ധുരയെ നോക്കി. അതെ, ഈ ജന്മത്ത് നിങ്ങളെപ്പോലൊരു ആഭാസന്റെ കയ്യിൽ നിന്നും പുടവ ഞാൻ വാങ്ങില്ല. പറഞ്ഞതും അവൾ ദേവനാരായണനെയും കടന്ന് മുന്നോട്ട് പോകാൻ തുടങ്ങിയതും അവൻ കൈ ഉയർത്തി തടഞ്ഞു. എങ്കിൽ കേട്ടോളൂ, ഈ ദേവനാരായണന്റെ ഭാര്യയാകാൻ സമ്മതമല്ലെങ്കിൽ ഈ ജന്മത്ത് നിനക്കൊരു മംഗല്യഭാഗ്യം ഉണ്ടാവില്ല. ഞാനാ പറയണത്. എന്റെ കാൽ കീഴിൽ നീ വരും, വരുത്തും ഞാൻ. അവൻ പിന്നെ ഭാമിനിക്ക് നേരെ തിരിഞ്ഞു. അമ്മേ, വാ പോകാം. ഇവളുടെ മനസ്സിൽ ആരാ ഉള്ളതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇവൾ മറ്റൊരുത്തിന്റെ കൂടെ ജീവിക്കില്ല. നോവിച്ചു വിട്ട മൂർഖം പാമ്പ ഈ ദേവനാരായണൻ. പറഞ്ഞതും അവൻ ഭാമിനിയുടെ കൈ പിടിച്ച് തിരിഞ്ഞു നടന്നു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഹൈപ്പ് കൊടുക്കാൻ ആരും മറന്നു പോകരുത്. നാളെ കാണാം തുടർന്നുള്ള ഭാഗങ്ങളുമായി. നന്ദി.